സവർക്കറേയും സഹോദരൻ അയ്യപ്പനെയും ഒരുമിച്ച് കെട്ടാൻ രവിചന്ദ്രനെ പോലെ ഒരാൾക്ക് വേണേൽ പറ്റിയേക്കാം. എന്ന് പറയാൻ രണ്ടുപേരും പുള്ളിക്ക് മനസ്സിലായിട്ടില്ലെന്ന് അതിൻ്റെ അർത്ഥം. സവർക്കർ എന്താണ് പറഞ്ഞതെന്നും മനസ്സിലായില്ല, സഹോദരൻ അയ്യപ്പൻ എന്താ പറഞ്ഞതെന്നും പിടികിട്ടിട്ടില്ല. കാരണം ഈ കൊച്ചി പോലൊരു നഗരത്തിൽ സാമുദായിക പ്രവർത്തനത്തിന് വലിയൊരു ചരിത്രം കേരളത്തിൽ, സാമുദായികവൽക്കരണം എന്ന് പറഞ്ഞ വലിയൊരു ചരിത്രമുണ്ട് കേരളത്തിൽ. അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാതെ ജാതി എന്ന് പറയുന്നത് ഈ സമുദായവൽക്കരണം തന്നെ ജാതിയാണ് രവിചന്ദ്രൻ വിചാരിച്ചിരിക്കുന്നത്. സവർക്കർ പറഞ്ഞിരുന്നൊരു കാര്യം, നമ്മളൊരു ഹിന്ദു പ്രൈഡിലേക്ക് നമ്മൾ മാറണമെന്നും ക്രിസ്ത്യാനികളും എന്ന് പറയുന്നൊരു അപരശത്രു ഉണ്ടെങ്കിൽ മാത്രമേ ഹിന്ദുവിന് ഐക്യപ്പെടാൻ പറ്റൂ എന്നുള്ള അതിൻ്റെ സിദ്ധാന്തം. ഹിന്ദു സ്വയമേവ ഐക്യപ്പെടുന്നൊരു സമുദായമല്ലെന്നും ഹിന്ദുവിന് ഐക്യപ്പെടണമെങ്കിൽ പുറത്തൊരു ശത്രുവിനെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും എന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് സവർക്കർ. അത് മനസ്സിലാക്കണം. അങ്ങനെയാണ് ഈ മുസ്ലിമാണ് എല്ലാ കുഴപ്പത്തിനെയും കാരണം. ഈ രവിചന്ദ്രൻ തന്നെയാണ് പറഞ്ഞത് മുസ്ലിങ്ങളല്ല എല്ലാ കുഴപ്പത്തിനെയും കാരണം. ഇത് തന്നെയാണ് പറയണത്, വേറൊരു രീതിയിൽ പറയുന്നത്. അപ്പോൾ മുസ്ലിങ്ങളാണ് കുഴപ്പത്തിൻ്റെ കാര്യം എന്ന് പറയാം, ക്രിസ്ത്യാനികളാണ് കുഴപ്പത്തിൻ്റെ കാര്യം എന്ന് പറയാം, ഹിന്ദുക്കളെല്ലാം ഒരു അല്ലെങ്കിൽ സ്വാഭാവികമായും ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നൊരു സ്പേസ്, കോമൺ സ്പേസ് ഹിന്ദു എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിക്കകത്ത് ഇല്ല. ഇതാണ് കാര്യം. അതിനെയാണ് സവർക്കർ പ്രതിനിധാനം ചെയ്യാൻ ശ്രമിച്ചതെങ്കിൽ കേരളത്തിലെ ശ്രീനാരായണ ഗുരുവിലൊക്കെ ആരംഭിക്കുന്ന സാമുദായികവൽക്കരണത്തിൻ്റെതായ വലിയൊരു ചരിത്ര ഘട്ടത്തിനകത്ത് ജാതിവിരുദ്ധമായ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയ ആളാണ് സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹത്തെ അപമാനിക്കുന്ന വിധം വർത്തമാനം പറയാൻ ചരിത്രബോധ്യം തീരെ ഇല്ലാത്തവനും സവർണ ധാർഷ്ട്യമാണ് പറയുന്നത് എനിക്ക് പറയാതെ പറ്റില്ല. എന്നാൽ സഹോദരൻ അയ്യപ്പൻ ഒരു നൂറ്റാണ്ടിന് മുമ്പ് 1916 ഈ കാലഘട്ടത്തിൽ ചെറായിൽ മിശ്രഭോജനം നടത്തുകയും ചെറായിൽ ജാതി രാക്ഷസ ദഹനം എന്ന് പറയുന്ന നിരന്തരമായ എല്ലാ വൈകുന്നേരങ്ങളിലും ഏതെങ്കിലും കവലകളിൽ ജാതി രാക്ഷസനെ ദഹിപ്പിക്കുക എന്ന നിലയ്ക്ക് വലിയൊരു പ്രോഗ്രാം നടത്തുകയും ഈ പറയുന്ന ഈഴവരടക്കമുള്ള സവർണരടക്കമുള്ള മുഴുവൻ മനുഷ്യരും സഹോദരനെ ആക്രമിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ കേരളത്തിനകത്ത് യുക്തിവാദി പ്രസ്ഥാന സ്ഥാപകൻ കൂടിയാണ് അയ്യപ്പനെന്ന് ഓർക്കണം. അങ്ങനെ അവർണനായതുകൊണ്ട് മാത്രം ഇയാൾക്ക് പിടിക്കാൻ പറ്റില്ല അയ്യപ്പനെ. അയ്യപ്പൻ കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള സാമുദായിക പരിഷ്കർത്താവും ഏറ്റവും മുന്നോട്ട് പോയ ചിന്തകനുമാണ്. അംബേദ്കറെ കുറിച്ചൊക്കെ അയ്യപ്പൻ അന്നേ എഴുതിയിട്ടുണ്ട്. അംബേദ്കറെ കുറിച്ച്, റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്തിനാ പറഞ്ഞത്? EMS തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സഹോദരൻ അയ്യപ്പൻ എഴുതിയ ലേഖനങ്ങൾ വായിച്ച് ഞാൻ ആവേശഭരിതനായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ജാതിവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന മുഖമായിട്ടുള്ള VT ഭട്ടതിരിപ്പാടിൻ്റെ കല്യാണത്തിന് സാക്ഷിയായത് സഹോദരൻ അയ്യപ്പനാണ്. ഇത് ഇയാൾ മനസ്സിലാക്കണം. ഇയാളത് മനസ്സിലാക്കണം. സഹോദരൻ ഈഴവർക്ക് വേണ്ടി മാത്രം പൊരുതിയാളൊന്നുമല്ല. VT ഭട്ടതിരിപ്പാട് നമ്പൂതിരിമാരെ പൊളിച്ചെഴുതുന്ന പ്രസ്ഥാനത്തെ നേതാവായിരുന്ന VT ഭട്ടതിരിപ്പാടിൻ്റെ കല്യാണത്തിന് സാക്ഷിയായത് സഹോദരൻ അയ്യപ്പനും ഭാര്യ പാർവതിയാണ്. ഇതൊരു വലിയ ചരിത്രം, അതൊരു വലിയ ചരിത്രം. അയാൾക്കത് ഈ രവിചന്ദ്രൻ ഇതൊന്നും അറിയത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കണം. അതല്ലാതെ വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. സവർക്കറും അയ്യപ്പനും ഒരുമിച്ച് തന്നെയാണ് പറയുന്നത്. സഹോദരൻ ജാതിവിരുദ്ധ പ്രസ്ഥാനത്തിലെ ആളായിരുന്നു എങ്കിൽ സഹോദരൻ കേരളത്തോട് വളരെ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. ഈ രവിചന്ദ്രനെ പോലുള്ള ആൾക്കാരോട് അന്നേ സഹോദരൻ പറഞ്ഞു, ഞങ്ങളെ നിങ്ങൾ സഹായിക്കണ്ട, ഞങ്ങൾ എഴുന്നേറ്റ് വരുമ്പം കാല് വെച്ച് വീഴിക്കാതിരുന്നാൽ മതി എന്ന് സവർണനോട് പറയുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ സഹോദരന് വേണ്ടി എനിക്ക് രവിചന്ദ്രനോട് പറയാനുള്ളത്. സഹോദരൻ അയ്യപ്പനെ കാല് വെച്ച് വീഴിക്കുന്ന പണി നിർത്തണം. സത്യസന്ധമായി കാര്യം പറയാൻ പഠിക്കണം. കേരളങ്ങളിൽ വെച്ച് ഏറ്റവും മുന്നോട്ട് പോയ ഒരു ദൈക്ഷിണിക മുഖമാണ് സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത്. നിസ്സാരപ്പെട്ട ആളല്ല. ആ മനുഷ്യന് സവർക്കറുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുക, ഇത് എന്ത് ഉത്തരവാദിത്തം ഇയാൾ വഹിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. എന്താണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു കാര്യം അറിയേണ്ടത്, കൊച്ചി എന്ന് പറയുന്നൊരു സ്ഥലത്ത് പുലയർക്ക് യോഗം ചേരാൻ സ്ഥലം കിട്ടാതെ വള്ളം കെട്ടി സമ്മേളനം നടത്തേണ്ടി വന്നൊരു നൂറ്റാണ്ടാണ് കഴിഞ്ഞത്. ഈ കഴിഞ്ഞൊരു നൂറ്റാണ്ടിൽ നമ്മളത് അറിയണം. വള്ളം കെട്ടി സമ്മേളനം നടത്തേണ്ട സ്ഥലം ഈ രവിചന്ദ്രൻ എവിടെയാണ് ജീവിച്ചു വളർന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഇത് അറിയണ്ടേ? പുലയർക്ക് സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. അവർ പൗരന്മാരായിരുന്നെങ്കിൽ അവർക്ക് കരയിൽ സമ്മേളനം നടത്തായിരുന്നല്ലോ, നടത്തിയില്ലല്ലോ. പണ്ഡിറ്റ് കറുപ്പൻ, സഹോദരൻ അയ്യപ്പൻ തുടങ്ങി എത്രയോ മനുഷ്യരാണ് ഈ വിഭാഗത്തിന് വേണ്ടി, ഈ ഡൗൺ റോഡ് പീപ്പിൾസിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് അവരെ ഇപ്പം ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റിയത്. സഹോദരൻ അയ്യപ്പനെ പോലെ ഇത്രയും ദക്ഷിണാശാലിയായ ഒരു മനുഷ്യനെ കുറിച്ച് ഇത്രയും ഉത്തരവാദിത്തരഹിതമായ പ്രസ്താവന അദ്ദേഹം പിൻവലിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പിൻവലിക്കണം. അത് ദൈക്ഷണികമായ ഒരു സത്യസന്ധയുടെ കാര്യമായിരിക്കണം.